വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് നിശ്ചയുണ്ട്. എല്ലാവരും എണീറ്റ് നല്ല ഒരുങ്ങിയിരിക്കണ്. ഞാൻ നേരെ വൈകി എണീറ്റ് നേരെ ചെയ്യേണ്ടി എല്ലാവരും ഉണ്ട് ഇവിടെ ഒരുക്കിയും കൊണ്ടൊക്കെ ഉണ്ട്. ഞാൻ ഒരുങ്ങിയിട്ടില്ല. നീ കുളിക്കണം. ഇത് പൂച്ചിക്കൂടെ കിടക്കുന്നു. ഇല്ല ഇപ്പൊ ഇനി ഒരുങ്ങിയില്ല. ഫസ്റ്റ് പോയിട്ട് കുളിക്കട്ടെ. ഫൈനലി കേസ് ഒരുങ്ങി. ഞങ്ങൾ ലേറ്റ് ആയിട്ട് വന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ നടന്നു പള്ളി വരെ നടന്നു. ഇപ്പോൾ രണ്ടാൾ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഇതല്ലേ അപ്പോൾ പള്ളിയിൽ പണിയടിക്കുന്ന സാധനം. ഇവിടുന്ന് പണിയടിക്കണ ഞങ്ങൾക്ക് അവിടെ വരെ കയറ്റാം. ഞങ്ങൾ ഏത് ഭാഗത്ത് അറിയോ? ഞാൻ കാണിച്ചില്ല. അവിടെ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് കാണില്ല. കുറേ ബൈക്കൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ആ മലേൻ്റെ എവിടെയോ ആണ്. കുറേ ആൾക്കാരുണ്ടാവും. പരിപാടി കഴിഞ്ഞാൽ എന്തോ അറിയില്ല. പരിപാടി കഴിഞ്ഞാലും നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി മസ്റ്റായിട്ട് പോകും ഗൈസ്. അവിടെ എത്തിയപ്പോൾ ഫുള്ള് തിരക്ക്. ഇവ എൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഫോട്ടോ ഷൂട്ടിങ് നടക്കാം ഫ്രണ്ടിൽ. ആ ഭാഗത്തേക്ക് ഇവ വരില്ല. ഇവ എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ത് രസമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഫോട്ടോ കൊല്ലൊരു പോസൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പം കയറുന്ന അറിയില്ല. ഫോട്ടോ കേൾക്കാം. പോയിക്കോ അപ്പൊ വേഗം പോയിക്കോ. കിണിയാനും പോ. കിണിയാണേ കിണി പോ. അമ്മേനെ പോടി. അമ്മേനെ പോ. ഫോട്ടോ എടുക്കാൻ പോകണേതോ. അടുത്ത ഫോട്ടോ എടുത്ത് ഫോട്ടോക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സോ ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി കൈകട്ടെ. ഇപ്പോൾ ബിരിയാണി എന്തോ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ബിരിയാണി വിളമ്പൊന്നും അറിയില്ല. എല്ലാവരും കൈ കഴിക്കുന്നുണ്ട്. നന്ദ കൈ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൈ കഴിക്കുന്നുണ്ട്. എന്തിനു കൈ കഴിക്കുകയെന്നും എനിക്കറിയില്ല. ചോറ് കഴിക്കാൻ വേണ്ടി കൈ കഴിയിട്ട് അവിടെ ഭയങ്കര തിരക്ക്. ഫുള്ള് തിരക്ക്. എനിക്ക് ചോറ് കഴിക്കാനുള്ള ഒരു സീറ്റില്ല. ഞാൻ പുറത്തേക്ക് അപ്പോൾ ഏട്ടന്മാരൊക്കെ അവിടെ ഫോട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോസ് കാട്ടോ പള്ളീൻ്റെ ഈ ഭാഗത്തായിട്ട്. ഇന്നലെ നല്ല നിലാവൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ആ ഭാഗത്തായിട്ട് എന്താ പറയുക ചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്തായിട്ട്. അല്ലെ ഞാൻ കുറേ ഫോട്ടോ ഒക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ. എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിച്ചില്ല. ഫുള്ള് തിരക്കാ. ചിക്കൻ്റെ പീസ് പ്രതീക്ഷിച്ച്, പക്ഷേ ചിക്കൻ്റെ പീസൊന്നും എനിക്ക് കിട്ടിയില്ല. ചിക്കൻ്റെ പീസ് കാലിൻ്റെ വന്ന് കിട്ടിയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കയ്യൊക്കെ കഴിക്കാൻ മോഞ്ചോടി ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത് തുറക്കണം.
ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഒരു മൂന്നോ നാലാമത്തെ ഐസ്ക്രീം കഴിക്കണേ. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ കുറച്ച് ഇരുന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന അതായത് നമ്മൾ ഐസ്ക്രീം വിട്ട് കൊടുക്കൂല. ജലദോഷമാണെങ്കിലും ചുമയാണെങ്കിലും ഐസ്ക്രീം നമ്മൾ ഈ പാട്ട് കാലിയാക്കിയിരിക്കും. ഫസ്റ്റ് ട്രിപ്പ് ആൾക്കാരെ കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടല്ലോ സെറ്റാക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റുഡിയോ. ഫോട്ടോ എടുത്തിട്ടില്ല, അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് സെറ്റായിട്ട് ഇതാ ഏതാ സ്ഥലം നോക്കി. ഇന്നലെ വന്നിരുന്നോ? ഇന്നലെ വന്നിട്ട് കുറേ 2-3 ഫോട്ടോ എടുത്തിട്ട് പോയിക്കണേ. ഓക്കെ, കസാര വല്ലതും ശരിയാക്കി വെക്കണമല്ലോ. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നു. കസാരയൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് അടിപൊളിയായിരുന്നു. നേരെ വണ്ടി വന്നാൽ ഞങ്ങൾ നേരെ പോകുന്നു വീട്ടിലേക്ക് പോയിട്ട് ഫുഡ് കഴിക്കല്ലേ കടന്നുറങ്ങുന്നു. ഫസ്റ്റ് വണ്ടി തന്നെ പോകല്ലേ? നീ ഫസ്റ്റ് വണ്ടി വരുന്നുണ്ടോ? എല്ലാവരും ഫസ്റ്റ് വണ്ടിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് വണ്ടി പോകാൻ വേണ്ടിയിട്ട്. കുറേ ഫോട്ടോ എടുത്ത്, നിൻ്റെ മൊബൈൽ ഇവൻ്റെ മൊബൈലിൽ കുറേ ഫോട്ടോ എടുത്ത്. എന്താ ചെയ്യാൻ ഗൈസ്, വണ്ടി വന്നില്ല ഗൈസ്. കുറേ കാത്തുനിന്ന് ഇതുവരായിട്ട് വണ്ടി വന്നില്ല. ഒരു മഴ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ആകെ പെട്ട്. ഇതൊക്കെ എന്താ ഫോട്ടോയോ? എടാ എത്ര ഫോട്ടോ എടുത്തിട്ടോ? ഒരു 100-150 ഫോട്ടോ എടുത്തിട്ടോ. അടുത്തെടുത്ത് മടുക്കണില്ല. മടുത്തേ. ഐസ്ക്രീം തിന്ന് ചുമ കുറച്ചും കൂടി കൂടി തോന്നുന്നു. ഐസ്ക്രീം തിന്നണ്ടായിരുന്നു. അതോ മൊത്തം ഐസ്ക്രീമിൻ്റെ വേസ്റ്റാ. ഇതാ ഈ പാട്ട മൊത്തം ഐസ്ക്രീം അതല്ലേ ഇവിടുന്ന് സെയിൽ ചെയ്യും. ഐസ്ക്രീം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജീപ്പ് വന്ന് നേരെ വീട്ടിലേക്ക് പോന്നു. അവിടുന്ന് എന്താന്ന് അറിയില്ല. ഇവരൊക്കെ പോകും. ഇവരൊക്കെ ഇവൻ്റെ വീട്ടിൽ പോകും. നാളെ സ്കൂളിൽ പോകണം. ഇന്നത്തെ പരിപാടിക്ക് ഇന്ന് വന്നതാണ്. ഇനി നാളെ ഞാൻ ഒറ്റയ്ക്ക്. ഇപ്പോൾ ഫൈനൽ കേസ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ നേരത്തെ വന്നിട്ടുണ്ട്. അമ്മ എത്ര മണിക്കായി ഇപ്പോൾ ഇവിടെ എത്തിയേ? ഞാൻ 2-3 മണിയായി. അമ്മ നേരത്തെ എത്തി. എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടോ? എല്ലാവരും ജീപ്പാണ് നിർത്തിയിട്ടുണ്ട്. എല്ലാ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ജീപ്പ് അവിടെ ഉണ്ട്. വല്ല പൈസ കൊടുത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഷൂ ഇട്ടത് പൊട്ടിയമ്മ. സെക്കൻഡ് ഹാൻഡ് ഷൂ ഒക്കെ മേടിച്ചിട്ട്. ഇത് അപ്പടി അന്ന് മേടിച്ചില്ലേ? അപ്പടിക്ക് സാമ്പി മറ്റേ വേറെ എന്തോ മേടിച്ചേ. ഇതിനൊക്കെ 200 രൂപയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് 400 രൂപ. ഇത് ഇതന്നെ നോക്ക്. ചുമക്കുന്നതിൽ കുറവില്ല. ചുമക്ക് കുറവില്ലായിട്ടും ഐസ്ക്രീം ഞാൻ കുറച്ചിട്ടൊന്നുമില്ല. ഐസ്ക്രീമുകളൊക്കെ തന്നെ അറിയില്ല. ഞാൻ ബാക്കിലുണ്ടായത്. ബാക്കിൽ ഈ സ്ഥലമില്ലാതെ ഒക്കെ തിരികെ നിന്ന് കുട്ടികളൊക്കെ ഫ്രണ്ടിൽ ജീപ്പിന് 3 ഇതിലുള്ള ജീപ്പ്, നടുവിൽ വലിയൊരു ഏറ്റവും ബാക്കിൽ കുട്ടികളെ മൊത്തം നിറഞ്ഞ് വലിയ കുട്ടികളെ നിറഞ്ഞ് ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ ചെറിയ കുട്ടികൾ. ചുമയ്ക്ക് കുറവില്ലെങ്കിലും ഐസ്ക്രീമിന് ഒരു കുറവും വരുത്തിയില്ല ഞാൻ. നേരെ കുറച്ചായിട്ട് മഴ ചെയ്തപ്പോൾ ഇവിടെയൊക്കെ കോട മൂടിയുണ്ട്. ഇതാ ഫുള്ള് കോട. ഞാനവിടുന്ന് ഫസ്റ്റ് കൈ കഴുകിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടോ. ഫസ്റ്റ് കൈ കഴിക്കുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ വേണ്ടി നിന്ന്. എന്നിട്ട് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് പോയി. ഞാൻ ഈ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്ത് തിരക്കറിയോ? ഫുള്ള് തിരക്കി. ചോറ് കഴിക്കാൻ പോകുമ്പോൾ സീറ്റ് ഒഴിയുന്നു. അപ്പം തന്നെ ആൾക്കാർ കയറി സീറ്റിലേക്ക് ചാടി കയറി ഇരിക്കാൻ സീറ്റാണ്. ഇനി കുറേ കഴിഞ്ഞിട്ടാണ് കുറേ എണ്ണം നിന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഐസ്ക്രീം 2-3 തിന്ന്. ഐസ്ക്രീം 2-3 അത് ഫോട്ടോ എടുത്ത് അത് കൂടെ നടന്ന് ഇത് കൂടെ നടന്ന് ഫോട്ടോ എടുത്ത്. ഇത് പൂച്ചക്കുട്ടി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നാ. ഞാൻ അതിൻ്റെ വീട് അതാ പോയി. എന്ത് ഇതായിരുന്നു ഊരാണ്. അവിടേക്കൊക്കെ ഇനി കടന്നുറങ്ങട്ടെ. അയ്യോ വയ്യ. ജലദോഷം നല്ല ചുമക്കുണ്ട്. നല്ല നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുത്തില്ല. ഐസ്ക്രീമിൻ്റെ പാട്ട് എവിടെയൊക്കെ അതാ 1, 2 ഇങ്ങോട്ട് ഐസ്ക്രീം കൊണ്ടുവന്നുണ്ട്. മേലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മേലെ വീട്ടിലേക്കൊന്ന് പോകണം. ഒരു 8 മണിക്കാകുമ്പോൾ പോകണം. ഇപ്പം ഞാൻ കുറച്ച് കടന്നുറങ്ങണമെന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.